ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ഉലുവയുടെ ഇല കിട്ടിയിട്ടുണ്ട്. ഇന്ന് അത് തോരൻ വെക്കാവേ. അതിൻ്റെ തണ്ടെല്ലാം ഒന്ന് മുറിച്ച് കളഞ്ഞ് ഇനി നമുക്ക് അതിനകത്തെ എല്ലാം ഒന്ന് ഇലയെല്ലാം ഒന്ന് നോക്കിയെടുക്കാം കേട്ടോ. മൂത്ത തണ്ടൊക്കെ ഉള്ളത് നമുക്കൊന്ന് മുറിച്ച് കളയുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഞാനത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് വെള്ളം വാലാൻ വെക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഒരു സവാള അരിഞ്ഞതിന് ശേഷം നമുക്ക് ഞാൻ കുറച്ച് ചെറുപയർ പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ തോരനകത്ത്. അതിനൊരു ഒരു 2 ടേബിൾ സ്പൂണ് ചെറുപയർ പരിപ്പൊക്കെ എടുത്ത് ഒരു വിസിൽ മതി വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് 2 കാന്താരിമുളക്, ഒരു 2 ചുമന്നുള്ളി അതൊന്ന് നമുക്കൊന്ന് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 കഷ്ണം വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് നമ്മളെടുക്കുന്ന അതിൻ്റെ അളവനുസരിച്ച് നമ്മൾ തേങ്ങ കൂടുതലും കുറവായിട്ട് എടുക്കണം. കൊടുത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ തേങ്ങ ക്രഷ് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഉലുവയുടെ ഇലയിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി അത് ചതച്ചെടുത്തതാണ്, ചതച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചുമന്നുള്ളി കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മിക്സാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉലുവയില ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉലുവയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയ പാടെ നമ്മൾ ഇച്ചിരി കഴിച്ച് നോക്കുമ്പോൾ ചെറിയൊരു കയ്പ്പുണ്ടാകും. പക്ഷെ അത് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കയ്പ്പ് മാറിക്കോളും കേട്ടോ. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്.